എൻ്റെ പേര് ജേക്കബ് എന്നാണ്. 54 വയസ്സാണ് എനിക്കുള്ളത്. കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിൽ ആര്യമ്പാടം എന്ന ഗ്രാമത്തിലാണ് ഞാൻ താമസിക്കുന്നത്. എനിക്ക് കൃഷിയാണ് എൻ്റെ തൊഴിൽ. റബ്ബർ കൃഷി, അതുപോലെ മഷ്റൂം കൾട്ടിവേഷൻ, അതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത്? ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഹെൽത്ത് ഇൻഷുറൻസ് കുറിച്ച് അറിയുന്നത്. അങ്ങനെ അദ്ദേഹം പരിചയപ്പെടുത്തി തന്ന ഒരു സുധീരൻ എന്ന് പറയുന്ന ഒരു സ്റ്റാർ ഹെൽത്തിൻ്റെ ഒരു സെയിൽസ് മാനേജറാണ് എന്നെ പോളിസി ചേർത്തിയിട്ടുള്ളത്. ഒരു 7 വർഷം മുമ്പാണ് ഞാൻ പോളിസി ചേർന്നിട്ടുള്ളത്. മെഡി ക്ലാസിക് എന്ന് പറയുന്നൊരു പോളിസിയാണ് ഞാൻ ചേർന്നിട്ടുള്ളത്. സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങളെ എങ്ങനെയാണ് സഹായിച്ചത്? എനിക്ക് കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖമാണ് എനിക്ക് ഉണ്ടായത്. ഈ കോവിഡ് വന്നതിന് ശേഷമാണ് എനിക്ക്, അങ്ങനെ 2 പ്രാവശ്യം കോവിഡ് വന്നതിന് ശേഷമാണ്, അതിനുശേഷം ഒരു 6 മാസത്തിന് ശേഷമാണ് എനിക്ക് ചെറുതായിട്ട് കിഡ്നിക്ക് പ്രശ്നമുണ്ടെന്നുള്ളത് കണ്ടെത്തുന്നത്. അങ്ങനെ ആയി അത് പെട്ടെന്ന് ഗുരുതരാവുകയും ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് എനിക്ക് ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വന്നത്. അന്ന് ഹോസ്പിറ്റലൈസേഷൻ തുടങ്ങി അന്ന് തൊട്ട് തന്നെ എനിക്ക് ക്യാഷ്ലെസ് ആയിട്ട് എൻ്റെ എല്ലാ ചികിത്സയ്ക്കുള്ള ചിലവുകളും സ്റ്റാർ ഹെൽത്തിൽ നിന്ന് ക്ലെയിം ചെയ്ത് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഡയാലിസിസിലാണ് ഞാനുള്ളത്. മാസത്തിലൊരു 10 ഡയാലിസിസ്, ആഴ്ചയിൽ 2 ഡയാലിസിസ് വെച്ച് എനിക്ക് ചെയ്യണം. ഏകദേശം മാസം ഒരു 25,000 രൂപ എനിക്ക് ചിലവ് വരും ഒരു മാസത്തിൽ. അത് ഏകദേശം ഓൾമോസ്റ്റ് മുഴുവൻ സംഖ്യയും, ഏകദേശം ചെറിയ കുറച്ച് കൺസ്യൂമബിൾസിൻ്റെ പൈസ ഒഴികെ ബാക്കിയുള്ള മുഴുവൻ സംഖ്യയും എനിക്ക് ക്യാഷ്ലെസ് ക്ലെയിമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ക്ലെയിം അനുഭവം എങ്ങനെയായിരുന്നു? എനിക്ക് എല്ലാ മാസവും 1-ാം തീയതിയാണ് ഞാൻ പോയിട്ട് ക്ലെയിമിനുള്ള ഡോക്യുമെൻറ്റ്സ് അവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും അരമണിക്കൂറിനുള്ളിൽ തന്നെ ക്ലെയിം ആദ്യത്തെ ഇനീഷ്യൽ അത് അപ്രൂവായിട്ട് ഇടാറുണ്ട് അവിടെ. പിന്നെ എല്ലാ ഡയാലിസിസും ഫ്രീ ആയിട്ടാണ് ഞാൻ അവിടെ ചെയ്യാറ്. ലാസ്റ്റ് വരുമ്പോൾ ഈ കൺസ്യൂമേഴ്സിൻ്റെ പൈസ മാത്രം അടച്ച് അത് സെറ്റിൽ ചെയ്യാറാണ് പതിവ്. അപ്പോൾ വെറും ഒരു മാക്സിമം അരമണിക്കൂറാണ് ക്ലെയിം സെറ്റിലാവാനുള്ളൊരു സമയം വരാറുള്ളൂ. അത്രയും പെട്ടെന്ന് തന്നെയാണ് ക്ലെയിം സെറ്റിൽ ചെയ്ത് കിട്ടാറ്. മെയിനായിട്ടുള്ളതെല്ലാം ഓൺലൈൻ സംവിധാനത്തിലാണ് അവർ ചെയ്യുന്നത് കാര്യങ്ങൾ. ഒരു ആപ്പിൽ നമുക്ക് നമ്മുടെ ക്ലെയിം ഡോക്യുമെൻ്റ് കൊടുക്കുന്നതും ക്ലെയിം സെറ്റിലാവുന്നതും എത്ര രൂപ നമുക്ക് പാസ്സാക്കിയിട്ടുണ്ടെന്നുള്ളതെല്ലാം കാണാൻ പറ്റാവുന്ന രീതിയിലുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ആപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വളരെ നല്ലൊരു ബെനിഫിറ്റാണ്. ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ചെലവ് നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്തേനെ? ഇൻഷുറൻസ് പോളിസി ഇല്ലായിരുന്നെങ്കിൽ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിരുന്നു. ഇപ്പോൾ തന്നെ ഒരു 2 ലക്ഷത്തിൻ്റെ മുകളിൽ ചിലവ് വന്നു കഴിഞ്ഞു. ഇനിയും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതില്ലായിരുന്നെങ്കിൽ അത് വലിയൊരു സാമ്പത്തിക ബാധ്യത തന്നെ എനിക്ക് ഉണ്ടാകുമായിരുന്നു. അപ്പോൾ അതെടുത്തത് കൊണ്ടാണ് എനിക്ക് വലിയ ബാധ്യതയില്ലാതെ തന്നെ ഈ രീതിയിൽ ചികിത്സിച്ച് പോകാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രധാനമാണെന്ന് നിങ്ങൾ കരുതുന്നത്? നിർബന്ധമായിട്ടും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാവർക്കും വേണം എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക്. അത് പ്രത്യേകിച്ചും അങ്ങനെ ആവാൻ കാര്യം ഇപ്പോൾ എനിക്ക് ഈ അസുഖം വന്നതിന് ശേഷമാണ് ഞാൻ കൂടുതലും എനിക്കങ്ങനെ തോന്നാൻ കാര്യം. ആദ്യം നമ്മളിപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു സുഹൃത്ത് പറഞ്ഞപ്പോൾ നമ്മൾ എടുത്തു വെച്ചു എന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ അസുഖം വന്നു കഴിഞ്ഞപ്പോൾ അത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് മറ്റുള്ളവരോട് നിങ്ങൾ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? എല്ലാവരും നിർബന്ധമായിട്ടും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്താ കാരണം വെച്ചാൽ എനിക്കിങ്ങനെ ഒരു രോഗം വരുന്നുള്ള യാതൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നില്ല. ഇതെടുക്കുന്ന സമയത്തും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത്തിരി വലിയ പോളിസി എടുത്തായിരുന്നു. ഞാൻ വെറും 3 ലക്ഷം രൂപയുടെ ഒരു പോളിസിയാണ് അന്ന് എടുത്തിട്ടുള്ളത്. ചെറിയൊരു പോളിസിയാണത്. അപ്പോൾ എല്ലാവരും ഞാൻ ഭക്ഷണ കാര്യത്തിലും അതുപോലെ വ്യായാമത്തിലും അതൊക്കെ ബോഡി വളരെ നല്ല രീതിയിൽ നോക്കി നടന്നിരുന്ന ആൾ, എനിക്ക് രോഗം വരില്ല എന്ന് വരെ ചിന്തിച്ചിരുന്ന ഒരാളാണ്. എനിക്കാണ് വളരെ വളരെ ചുരുക്കം കാലം കൊണ്ട് തന്നെ, ഒരു പോളിസി എടുത്തൊരു 5 വർഷം കഴിയുമ്പോഴേക്കും ഞാൻ രോഗിയായി. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നിർബന്ധമായും ആരോഗ്യമുള്ള സമയത്ത് തന്നെ നിർബന്ധമായും ഹെൽത്ത് പോളിസി എടുക്കണം എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ. അത് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പോളിസി തന്നെ എടുക്കണം. ക്ലെയിം കിട്ടാനും ക്ലെയിം പെട്ടെന്ന് സെറ്റിലാക്കുന്നതിനും ക്യാഷ്ലെസ് ആയി കിട്ടുന്നതിനൊക്കെ വളരെ നല്ലത് സ്റ്റാർ ഹെൽത്താണ്. അതുകൊണ്ട് സ്റ്റാർ ഹെൽത്തിൻ്റെ പോളിസി തന്നെ എടുക്കണം. എടുക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് തോന്നുന്ന വലിയ സംഖ്യയല്ല. ഇപ്പോൾ ഒരു 5 ലക്ഷം എന്നൊക്കെ പറയുന്നത് വളരെ ഒരു 5 കൊല്ലം കഴിയുമ്പോൾ അത് വളരെ ചെറിയ സംഖ്യയാണ് ഈ ചികിത്സാ രംഗത്ത് വരുമ്പോൾ. അപ്പോൾ ഇത്തിരി വലിയ സംഖ്യയ്ക്കുള്ള ഒരു പോളിസി തന്നെ എടുക്കണം. എനിക്കിനി എൻ്റെ പോളിസി കൂട്ടാനോ കാര്യങ്ങൾക്കൊന്നും പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് രോഗം വരുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ഇത്തിരി വലിയ സംഖ്യയ്ക്കുള്ള ഒരു പോളിസി തന്നെ എടുത്തിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്.